ഹലോ ഗെയ്സ്, ഞാൻ മുമ്പ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ അക്കൗണ്ടാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഗെയിമിങ്ങിൽ മാത്രമേ കാണിക്കത്തുള്ളൂ. ഡൗൺലോഡിങ്ങിലോട്ട് പോകുമ്പോൾ ഫെസ്റ്റിവൽ ഫിക്സ്ചറിൻ്റെ ന്യൂ ഇവൻ്റാണത്. അത് സാധാരണ കാണിക്കും, നമുക്കറിയാമല്ലോ. FC മൊബൈൽ കളിക്കുന്നവർക്ക് അറിയാം അത് എങ്ങനെയാണെന്ന്. അപ്പം ഞാൻ നിങ്ങളെ അത് കാണിക്കുകയാണ്. FC മൊബൈലിൻ്റെ എൻ്റെ അക്കൗണ്ട്. ഞാൻ ഓരോ വട്ടം സ്പിൻ ചെയ്യുമ്പോഴും എനിക്ക് നല്ല നല്ല പ്ലെയേഴ്സിനെ കിട്ടുന്നത്. ചെൽസയിലെ പാൾമറിനെ കിട്ടിയിട്ടില്ല ഇതുവരയ്ക്കും. ഐക്കോണിക്, ഡ്രോഗ്ബ അങ്ങനെയുള്ളവരെയൊക്കെയാണ് കിട്ടുന്നത്. ഞാൻ എൻ്റെ ടീം കാണിച്ചു തരാം. 112 ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. മണി ബാലൻസ് ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോൾ വലിയ അളവിലുള്ള ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് കാണിച്ചു തരാം. ഇതാണ് ഗീസ് എൻ്റെ അക്കൗണ്ട് നോക്ക്. ഞാൻ ഒന്ന് ഓട്ടോ ബിൽഡ് അടിച്ചപ്പോൾ എനിക്ക് ഇവനെയാണ് കിട്ടിയത്. എനിക്ക് ഏറ്റവും ലക്കായിട്ട് കിട്ടിയ 114 പ്ലെയറാണ്. ഡ്രോഗ്ബ മേലെ കിടക്കുന്നത് 115 പ്ലെയർ. ഞാൻ ആക്കിയതാണ്. 150 പ്ലെയറിനെ 3 വട്ടം റാങ്കപ്പ് ചെയ്തപ്പോൾ ആക്കിയതാണ്. പിന്നെ ഞാൻ ഒന്ന് ഷാർട്സിൻ്റെ സെക്ഷനിൽ പോയി നോക്കി, അവിടെയും പ്ലെയേഴ്സ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഒരു മാച്ച് കളിക്കാമെന്ന്. നല്ല കിട്ടുന്ന മാച്ചൊന്നും എൻ്റെ അഭിപ്രായത്തിൽ ഇല്ലായിരുന്നു. ഞാൻ മാച്ച് കളിക്കാൻ കയറിപ്പോയപ്പോൾ ഇങ്ങനെ ഷാർട്സ് ജാപ്പനീസ് ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു മാച്ച് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലോട്ട് കയറി കളിക്കാനായിട്ട്. അപ്പം നമുക്കൊരു മാച്ച് കാണാം. ഇനി മാച്ച് സ്റ്റാർട്ടിങ് ഇച്ചിരി ചെറിയൊരു വെയിറ്റിംഗ് ഉണ്ട്. ഞാൻ സ്പീഡാക്കി കാണിക്കാം. വലുതായിട്ട് നമുക്ക് പരമാവധി സ്പീഡാക്കാൻ കഴിയത്തില്ല. അത് ഇതിൻ്റെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു കുഴപ്പമാണ്. പോർച്ചുഗൽ, ഡിയാഗോ കോസ്റ്റയൊക്കെ നല്ല കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ നല്ല കളിക്കുന്ന ടീംസൊക്കെ എൻ്റെ അടുത്തുള്ള. ഇനി കളി മാറ്റിയിട്ട് ഈ കമൻട്രി ബോക്സ് നോക്കിയപ്പോൾ കമൻറ്ററിക്കുള്ള ആരുമില്ലായിരുന്നു. അതിനകത്ത് ഞാൻ പിന്നെ കളി എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് തീർത്ത്. ഇതിനകത്ത് വൈൻഡപ്പ് ചെയ്യുക, സ്പീഡ് കൂട്ടുക, അത് ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെയ്ക്കും 55-85 മിനിറ്റൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്ന് കളി കണ്ടിട്ട് വരാം.
അങ്ങനെ നമ്മൾ ഫുൾ ഗെയിം പ്ലേയും തീർത്തിട്ടുണ്ട്. നമുക്ക് മെയിൻലി പോയിട്ട് നമ്മൾ എന്തിനു വേണ്ടിയാണ് കളിച്ചത് അത് ക്ലെയിം ചെയ്യാം. ക്ലെയിം ചെയ്യുമ്പോൾ 50 ഷർട്ട്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനി നാളത്തെ ഇതിൽ കളിയിൽ മാച്ചിൽ അല്ലെങ്കിൽ നാളത്തെ കണ്ടൻറ്റിൽ കാണാം.